ഇത് ശരിക്കും ആരെ വീടാണ്? ഇത് വെണ്ടർ മൊയ്തീൻ എന്ന് പറയുന്ന ആളാണ്. വെണ്ടർ മൊയ്തീൻ. വെണ്ടർ. ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. പണ്ട് അമ്മായിയുടെ വീട്ടിലൊക്കെ വരുമ്പോഴേ അന്ന് ഇവിടെ ആൾ താമസം ഉണ്ടല്ലോ അല്ലേ? എത്ര കൊല്ലം പഴക്കമുള്ള വീട് അത്? ഇതിന്റെ ഓട് 1892 ഓടാണ്. അല്ല, 2 ഓടുണ്ട്. ഓട് 1892, 1992, 133 വർഷം പഴക്കെന്നാണ് പുള്ളി പറയുന്നത്. ഓട് നോക്കട്ടെ കേട്ടോ. ഇല്ല, 1912. ദി ഇൻഫന്റ് ജീസസ് എന്ന് പറയുന്ന കമ്പനി, ടൈൽ വർക്ക്സ്, ഒല്ലൂര്, തൃശ്ശൂർ, 1912 ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇന്നും ഒരു കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. അങ്ങനെ തലമുറകൾ ജീവിതങ്ങൾ ചിലവഴിച്ച മറ്റൊരു വീട്ടിലോട്ട് നമ്മൾ കയറുകയാണ്. എനിക്ക് എന്താണ് ഇങ്ങനെയുള്ള വീടുകളോടുള്ള ഇതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെയുള്ള ഓരോ വീടുകളിലെത്തുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബേബി ഐ ആം ആൻ ഓൾഡ് സോൾ. ഇവിടെ കാണാം 1912. 1912 അല്ല, 1896. 1896. യെസ്, അവിടെ അതുകൊണ്ട് അല്ലേ? ഓക്കെ. മേലെ ഉണ്ടത്. 912 കാണുന്നത് പുതിയത് വെച്ചതായിരിക്കും അല്ലേ? അതെ അതെ. ഇത് മംഗലാപുരത്ത് നിന്ന് ഓടണം. 1896 മണൽ ടൈൽ ബ്രിക്സ് അങ്ങനെ വർക്ക്സ് മംഗലാപുരം. 1896. ചരിത്രമാണ് ചരിത്രം. ഇവിടെ എന്തൊക്കെയാണ് ഈ കൂട്ടി വെച്ചിട്ടുള്ളത്? ഇത് നമ്മളെ ഞാന് കടപ്പുറത്ത് പഞ്ച് വലിക്കുന്ന ട്രാക്ടറാ. അപ്പൊ അതിന്റെ സാധനങ്ങൾ നിറച്ചു. ഇതായിരുന്നു പണ്ടത്തെ സ്വീകരണ മുറി അല്ലേ? ഇതാണ് പണ്ടത്തെ സ്വീകരണ മുറി. കേറി വരുമ്പോ തന്നെ ഉള്ളത്. നേരെ അങ്ങോട്ട് പുറത്തോട്ട്. ഇവിടെ എനിക്ക് ഓർമ്മ വെക്കുന്ന കാലത്തേ ഇത് അവിടെ പഠിപ്പനായിരുന്നു. ആ കാണുന്ന വീടില്ലേ, അവർക്ക് വെറുതെ ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. ഒരു 3 വീടുണ്ട്. ഇതിപ്പോ എത്രയാണ്? ഇത് 2 ഏക്കർ 28 സെന്റ് സ്ഥലമുണ്ട്. അവിടെ കണ്ട ഈ കിടക്കണ എന്താ ഇത്? ഇത് മറ്റേ ഞാൻ പറഞ്ഞില്ലേ ട്രാക്ടർ മല് വഞ്ചി വലിച്ചേരാനുള്ള ബീഞ്ചാണത്. അതിന്റെ റോപ്പാണത്. പണ്ടത്തെ വീടുകളിൽ ഇതുപോലെ തന്നെ മച്ചും കാര്യങ്ങളും. പക്ഷെ ഈ വീട്ടില് നമ്മൾ കാണുന്നൊരു സംഗതിയാണ്. ഇത് എടുക്കാമോ? എടുക്കാം. ഒരു തോക്ക്. ഇതെന്തിന്റെ തോക്കാണ്? മറ്റേ എയർഗണ്ണാണോ? പണ്ടത്തെ എയർഗണ്ണല്ല, നടത്തോക്കാണ്. ഇതെന്തിനു വേണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നത്? അത് അന്നത്തെ കാലത്ത് ആളെ കൊല്ലാൻ തന്നെ ആയിരിക്കും. അന്നത്തെ അധികാരികളായിരുന്നു ഇവര്. ഓക്കെ. ഇവർക്ക് 2 വെടിയുണ്ടകളും ഉണ്ട്. ഇത് ഈ തോക്കിൽ ഉപയോഗിക്കുന്നതല്ല എന്നാണ് പറയുന്നത്, വേറെ തോക്കിൽ ഉപയോഗിക്കുന്നതാണ്. എന്തായാലും തോക്കുകൾ, ഫയർ ആംസ് ഒക്കെ ഇരിക്കട്ടെ, നമ്മൾ തൊടുന്നില്ല. എന്നൊക്കെ പെല്ലറ്റ്സ്. ഇതാണ് പെല്ലറ്റ്സ്. ഇതിന്റെ വലുതുണ്ടാവുമല്ലോ അല്ലേ വെടിയുണ്ടകള്? ഓക്കെ. ഇതിന്റെ റിവോൾവറിന്റെ ലൈസൻസ് ഉണ്ട് എന്തായിരുന്നു അല്ലേ? ഇതിലാരാ പുള്ളി? ഇതിൽ വെണ്ടർ മൊയ്തീൻ എന്ന് പറഞ്ഞ ആളെ കാണിച്ചു തരാം. വടക്കുന്ന് 2ാമത്തെ ഇത് ചെയ്യാള്. അതെ. ഇത് പുള്ളിയുടെ മകൻ. ഇത് റഫീഖ്. ഇക്ക കയറണ അത്ര ഫാസ്റ്റിന് എനിക്കൊന്നും കയറാൻ പറ്റില്ല. മോനെ, ഇതാണ് കാണേണ്ടത് കേട്ടോ. ഇതിന്റെ ഉള്ളില് വരുമ്പോ എന്റെ തല കറങ്ങണം. എനിക്ക് അങ്ങനെ പൊക്കം കയറുമ്പോ ഒരു പ്രോബ്ലം ഉണ്ട്. മല കയറാനൊന്നും കുഴപ്പമില്ല. ഇത് പത്തായപ്പുര ആയിരുന്നു, അത് ആളുകൾ താമസിച്ചിരുന്ന? വേറെ ഉണ്ടായിരുന്നു. ഇതൊരാൾ താമസിച്ചിരുന്ന മുറിയാണോ? ഇത് അതൊരു ബെഡ്റൂം ആയിരുന്നു. ഇതൊരു പണ്ടത്തെ ആറാന്ന് പറയണ അല്ലേ? ഈ മണവാളന്മാർക്ക് ഇവിടെ എറണാകുളത്ത് കൊണ്ടുപോയി ഊഞ്ഞാലക്കാട്ടിലുണ്ടായിരുന്നു. കറക്റ്റ് അറ തന്നെ. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് പോലും പുറത്തേക്ക് വരില്ല അടച്ചു കഴിഞ്ഞാല്. പക്ഷെ നമ്മുടെ നാട്ടില് കൊടുങ്ങല്ലൂരൊക്കെ ഈ അറയുടെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് മറ്റേ അന്ന് അപ്പളമാര് ഭാര്യ ഭർത്താവ് ഇവര് പിന്നെ ഞാൻ കാണിച്ചാ പഴയ കാലത്ത് കുഞ്ഞിക്കോരൻ എന്ന് പറഞ്ഞിട്ട് ആളുണ്ടായിരുന്നു ഇവിടെ. അവര് കുടിയാനാണ്. അയാൾ ഊഞ്ഞാലാട്ടിരുന്നൊക്കെ ഞാൻ കാണിച്ചത്. ബാൽക്കണി, പണ്ടത്തെ ബാൽക്കണി, ചെറുതായിട്ടുള്ളൊരു ഇത്. ഇതിൽ മൊത്തം ജങ്ക് സാധനങ്ങളാണ് ഇപ്പൊ കിടക്കുന്നത്. പെട്രോമാക്സ് ഒക്കെ ഉണ്ട് കേട്ടാ. എവിടെ? പണ്ടത്തെ പെട്രോമാക്സ് കാണാത്തവർക്ക് കാണിച്ചു കൊടുത്ത എല്ലാരും കണ്ടിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ വക ഭരണി, ഉപ്പ് ഭരണി, പണ്ടത്തെ ഉപ്പ് ഭരണി ഇതായിരിക്കുന്നു. ടൈല് പണ്ടത്തെ പഴയ ടൈല് തന്നെയാണ്. ഇതൊക്കെ പഴയത് തന്നെയാണ്. അന്നത്തെ കാലത്ത് കസേരയാണത്. ഇവരിവിടുത്തെ വലിയ പ്രമാണിമാരായിരുന്നു. ഇവിടെ ഒരു ബെഡ്റൂം, നല്ല ഭംഗിയുള്ള ബെഡ്റൂം. അപ്പൊ അടുത്തടുത്ത് 2 അറകളാണ്. ഇവിടെ നിങ്ങായിട്ട് ഇങ്ങനെ കാതോർത്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. ബേ വിൻഡോ പോലത്തെ വിൻഡോ, ഇരിക്കാനൊക്കെ സുഖമുള്ള വിൻഡോ, പണ്ടത്തെ ബേ വിൻഡോ. ഇപ്പോഴത്തെ വലിയ കോൺസെപ്റ്റുകളൊക്കെ. ജനലുറക്കണോ?
വേണ്ട വേണ്ട വേണ്ട. പിന്നെ ഇതിന്റെ മുകളില് ഇതിന്റെ മേൽക്കൂടി കയറി കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇതൊരു ചെറിയ ഫാമിലി ആയിരുന്നോ? ഏയ്, പക്ഷെ റൂമുകളൊക്കെ കുറവാണല്ലോ. മുകളിൽ 2 റൂം, താഴെ 1 റൂം. നടുമുറ്റവും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വടക്കോട്ട്. ആ, ഇത് കൊറേ പൊളിച്ചു പോയിട്ട് ബാക്കി കുറച്ചുള്ളൂ അല്ലേ? അത് തന്നെ ഇതൊരു ബെഡ്റൂം അല്ലേ? ഇതിന്റെ ഉള്ളിലൊക്കെ ലൈറ്റ് ഉണ്ട് അല്ലേ? ഇതൊക്കെ സാധനങ്ങൾ ഫുള്ളായിട്ട്. ആ, ഇത് ആവശ്യത്തിന് വലിപ്പുണ്ടല്ലോ. എന്താണ് ഇങ്ങനെ അരമതില് പോലെ? ഇത് കട്ടില് പഴയ കാലം. ആ, ഇങ്ങനെ കട്ടിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, നല്ല കൺസെപ്റ്റാണ്. മച്ചും ചൂടൊന്നും എടുക്കില്ല ഇങ്ങനെയുള്ള നല്ല ചൂട് സമയത്ത് നല്ല നല്ല സുഖമായിരിക്കുള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് ചോറുന്ന അവിടെ കിടന്ന് ഉറങ്ങാറ്. ഇത് കട താവളമായി അല്ലേ? നിറച്ച് കാടായിരുന്നു. ഇവിടെ അടുക്കളയായിരുന്നോ? ഇല്ല അല്ലല്ല, ഇത് ഇവിടെ നിന്നിടേ ഇത് ചുമരുണ്ടായിരുന്നില്ല. ഓ, ഇത് പുറത്തേക്ക് എത്തിയല്ലോ. ഇത് ഇതായിരുന്നു നടുമുറ്റം. ഇവിടെ പോയിട്ട് അയിനിയൊക്കെ കിണണ്ട. അത് ഇവരെ അടുക്കള അവിടെയാണ് അയിനി നിൽക്കുന്നത്. പഴയ തറ ഇതല്ലേ? പഴയ തറ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ പകുതി പൊളിച്ചു പോയി, 3/4 ഭാഗം പോയി. ബാക്കി പകുതി അതിന്റെ ഇടയ്ക്കൊക്കെ പോകുമ്പോ നോക്കി പോവാൻ. ഇവിടെ കുളം ഉണ്ടായിരുന്നോ? ഇപ്പോഴും ഉണ്ടോ? എവിടെയാ? ഇവിടെ തന്നെ. ഓക്കെ, നമുക്ക് കുളം നോക്കിട്ട് വരാം. കിണറുണ്ട്, നെല്ലിപ്പടിയുള്ള കിണറുണ്ട്. പണ്ടത്തെ അതും ഇടിഞ്ഞെടുക്കണം. ഫുള്ളിടിഞ്ഞ് കല്ലുകൊണ്ട് കെട്ടിയതേ. ഇപ്പൊ ഇതിന്റെ അവകാശികളാരാ? ഇപ്പൊ ഇത് മൂത്ത മകനക്കാണ് ഇതിന്റെ അവകാശം. അതാണ് റഫീഖ്. അവരെവിടെയാ പുള്ളി? ഇപ്പൊ താമസം എറണാകുളത്ത്, ഇരിഞ്ഞാലക്കുടയും വീടുണ്ട് ആൾക്ക്. ഉപയോഗിക്കാണ്ടായിട്ട് ഇപ്പേ. ഇതാണ് കിണർ, പഴയ കിണർ. ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. പാമ്പൊക്കെ ഉണ്ടാവും? പാമ്പൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. തവള ചാടി പോയിട്ടുണ്ട്. പാമ്പുണ്ടാ തവള ഉണ്ടാവില്ല. എന്നുവെച്ചാ ഇവിടം വരെ വീടുണ്ടായിരുന്നു, അതിന് തൊട്ടിയേർന്നെ കിണറും. പണ്ടത്തെ ഒരു സ്റ്റൈലില്ലേ, അതൊക്കെ പോയി കംപ്ലീറ്റ്. ഇവിടെ ഇപ്പൊ സെന്റിന് നല്ല വില ഉണ്ടാവൂലേ? പിന്നെ 2 രൂപ വില ഉണ്ട്. ഇങ്ങനെ പോരും ഇവിടുന്ന്. അതിലേ പോകാം. വീട് ഇത്രേ ഉള്ളൂ കേട്ടോ. വീട് കഴിഞ്ഞു. നമ്മൾ പറമ്പ് 2.5 ഏക്കറിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഇതൊക്കെ ഇവരെ പണിക്കാരായിരുന്നു. ആ ഭാഗത്ത് താമസികളൊക്കെ ഇവരെ പണിക്കാരായിരുന്നു. പണ്ടേ പഴയ കുടിയന്മായിരുന്നു അല്ലേ? ഇവിടെ നെല്ല് കൊണ്ടുവന്നിട്ട് ഉണക്കാനുള്ളേ കളായിരുന്നത്. ഈ മതിൽ കെട്ടുന്ന ഇവിടെ ഇങ്ങനെ ഇവിടെ അടിയിൽ സിമെന്റ് ഇട്ടിട്ട്. ഇവരിപ്പോ ഇവിടെ നിന്ന് താമസമില്ലാണ്ടായിട്ട് എത്ര കാലമായി? ഇപ്പൊ ഒരു 45 കൊല്ലമായിട്ടുണ്ടോ? അപ്പൊ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇല്ല, വരാറുണ്ട് അവര് റമദാനി ഉണ്ടല്ലോ, ഇവിടെ ചീരാക്കഞ്ഞി വെച്ച് കൊടുക്കാൻ വരും. പിന്നെ എത്തി മക്കൾക്ക് ചോറ് കൊടുക്കാൻ വരും. ഒരു കുടുംബമായിട്ട്. വീട് പൊളിക്കുന്നൊന്നുമില്ല? ഇത് പൊളിക്കൂല. മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ മരവും സാധനങ്ങളൊക്കെ അർപ്പിച്ചോണ്ട് ചെറുക്കല്. പിന്നെ മേലെ ഇപ്പൊ മെയിൻ്റെനൻസ് കഴിഞ്ഞ് പഴയ കാലത്ത് വരലാണ് ആകെ എടുക്കണത്. ഇവിടെ എന്തോ അറബിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. 4 വശം ഉണ്ട്. എന്താണ് സംഗതി? അതായത് പഴയ കാലത്ത് എഴുതിയെടുക്കണം. അത് മാർബിൾ അല്ല, വൈറ്റ് സിമെന്റ് ആണ്. അത് 4 വശം ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതിയല്ല. പണ്ട് പഠിച്ചാണ്, ഞാനൊക്കെ മറന്നുപോയി. അല്ല, അപ്പൊ ഇത് മെയിൻറ്റെയിൻ ചെയ്യണ നല്ല പാടില്ല. ഇതൊക്കെ ഈ പട്ടിക ഇതൊക്കെ മാറ്റേണ്ടവരില്ലേ? ഇല്ല, മാറ്റില്ലത്. ഇതിലിപ്പോ കേട് വന്നിരിക്കണത് ഇതേപോലെ കേട് വന്നിട്ടുണ്ടല്ലോ. ഇതിപ്പോ മാറ്റി എന്നിട്ട് എന്ത് ചെയ്യാൻ പോണ? അവരോട് താമസിക്കാൻ പോണ? അവരവിടെ ഇങ്ങനെ ഒരു പഴയ ഓർമ്മയ്ക്കായിട്ട് വെക്കാനല്ലേ? ഇതേ മരങ്ങളൊന്നും അർപ്പിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. ഇക്കിപ്പോ എത്ര കാലം ഇവിടെ നോക്കാൻ തുടങ്ങി? നോക്കലല്ല, ഇത് എന്റെ കയ്യിൽ താക്കോലുന്നുള്ളൂ. അപ്പൊ എന്റെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കണത്. ഇത് ബേല ഇത് കണ്ട മെയിൻറ്റെയിൻ ചെയ്ത സ്ഥലം. ഇതാ ഭാഗം മെയിൻറ്റെയിൻ ചെയ്ത കണ്ട വൈറ്റ് കണ്ട പുതിയ മരങ്ങളാണ്. ഓക്കെ, അവിടെ അങ്ങനെ ഇതാക്കിട്ടല്ലേ. നമ്മളിതല്ലേ ഇപ്പൊ മുകളിൽ കയറി കണ്ട ഭാഗമല്ലേ അത്? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ വീട് കേട്ടോ. ജസ്റ്റ് ആ ഒരു തള്ളപ്പര എന്ന് പറയൂലോ ഇതിന്റെ പഴയ കാലത്തെ ഭാഷയില്. എന്ത് പേരാ? തള്ളപ്പര. എന്താണ് അതിന്റെ മെയിൻ സ്ഥലം ഇതാണ്. പെരയുടെ മെയിൻ ടോട്ടൽ പെരയുടെ തള്ളപ്പെരയാണിത് അല്ലേ? ബാക്കിയൊക്കെ പൊളിച്ചു പോയി. ഇവിടെ അകത്ത് കയറാനുള്ള ഡോറ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനായ വീടാണ് നമ്മൾ കാണിക്കുന്നത്. ഇടയ്ക്കൊരു രസം നമ്മള് വീഴാൻ പോണത്. ഒരു ചുമരിന് പൊട്ടുണ്ടോ നോക്കി അത് കയറിയിട്ട് ഇതേപോലെ ഇത്ര ഇതുള്ള ചുമരുണ്ടല്ലേ? ഞാനിത് പറയല്ല. ഒരു ചുമരിന് പൊട്ടുണ്ടാ? ഇല്ല. 1896. എത്ര കൊല്ലായി? 129 130 കൊല്ലം കൂട്ടിക്കോ. ഇല്ലേ?
ഒരു 30 കൊല്ലത്തിൽ ഇപ്പൊ പുതിയ വീട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്താണ് സ്ഥിതി? പക്ഷെ ഞാനിപ്പോഴാണ് കണ്ടത് ഇതിന്റെ ഭിത്തിയുടെ കട്ടിയാണ് കാണുന്നത്. 1 2 കൈവിരല്, 2 അല്ലേട്ടാ 2.5 കൈവിരല്, ഐ മീൻ ചാണ്. കറക്റ്റ് വീടല്ലേ? യെസ്. 1 2 ചാണിലാണ് നമ്മുടെ വീടിന്റെ. കറക്റ്റ് 48 സെന്റിമീറ്റർ ആണ് എന്ന് വെച്ചാ 2 അടിയോളം. കുറച്ചുകൂടി വന്നു കഴിഞ്ഞാൽ 2 അടി ആയി അല്ലേ? ഇല്ല, 1.25 അടി. പിന്നെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാതിലിന് സാധാരണ ഇങ്ങനെയുള്ളടത്തൊക്കെ വളരെ കുഞ്ഞായിരുന്നു. ഇത് ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പണ്ടത്തെ ഒരു ഇതാണോ? അവരുടെ മകളെ ഭർത്താവിൻ്റെയാണ്. പഴയകാല ചരിത്രം. ചരിത്രം കാണിക്കുമ്പോൾ ഓടിപ്പോകല്ലേ. ഇത് എല്ലാവരും കാണട്ടെ ചരിത്രം. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വീടുകൾ, ആർക്കിടെക്ചർ കമ്പനികൾ, കൺസ്ട്രക്ഷൻ കമ്പനികൾ, അവരുടെ വർക്കുകൾ, ഇതൊക്കെ കാണിക്കലാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. പക്ഷെ അതോടൊപ്പം നമ്മുടെ പഴയ ചരിത്രം, പുതിയ നിർമ്മിതികൾക്കുള്ളിൽ നമ്മുടെ പഴയ ചരിത്രം മറന്നു പോകരുതെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതാണ് അല്ലേ വേണ്ടർ മൊയ്തീനാണ്. വേണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് മുദ്ര പേപ്പറൊക്കെ വിൽക്കാനുള്ള ലൈസൻസ് മൂപ്പരിക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ ആരാ? സ്കൂൾ മാഷാണോ? സ്കൂൾ മാഷല്ല, ഈ രാഷ്ട്രീയ നേതാക്കന്മാരാണ് അന്നത്തെ. ഈ വീടിന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അല്ലേ? ഈ വീടിനുണ്ടായിരുന്ന അനവധി ഭിത്തി കാര്യങ്ങളൊക്കെ അതൊക്കെ പോയില്ലേ? അതൊക്കെ പോയി. ഓക്കെ, അപ്പോ ഇത് തുറന്ന് കാണിച്ചതിൽ താങ്ക് യു. അതിനെന്ത്, ഞങ്ങൾ ഇറങ്ങട്ടെ.